എടി പിന്നെ OETയും IELTS തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. OET എന്ന് പറഞ്ഞാൽ ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ്. അത് എക്സ്ക്ലൂസീവ്ലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെഡിക്കൽ പ്രൊഫഷണൽസിനാണ്. നഴ്സസ്, ഡോക്ടേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഫാർമസിസ്റ്റ്, അങ്ങനെ മെഡിക്കൽ പ്രൊഫഷണലിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പേഴ്സൺസിനാണ് OET ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ പ്രൊഫഷണൽസിനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് OETയോ അല്ലെങ്കിൽ IELTS എഴുതാം. പക്ഷേ ബാക്കിയുള്ളവർക്ക് IELTS മാത്രമേ, ഇൻക്ലൂഡിംഗ് സ്റ്റുഡൻസ്, IELTS മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. OET എന്ന് പറയുമ്പോഴത്തേക്കും ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്, IELTS എന്ന് പറയുമ്പോഴത്തേക്കും ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. ഇപ്പൊ ഇതിനകത്ത് ഒരു നേഴ്സിന് 2 സാധനം വേണേലും ഏത് വേണേലും എഴുതാം. അപ്പൊ ഇതിൽ ഏത് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്? OET എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ മെഡിക്കൽ കണ്ടന്റ് ആയിരിക്കും അതിൽ വരുന്നത് മൊത്തം. പക്ഷേ IELTSൽ ഏത് ടോപ്പിക്ക് വേണേലും വരാം. പിന്നെ അത് ചൂസ് ചെയ്യുന്നത് ഓരോരുത്തരുടെ പ്രിഫറൻസും അവരുടെ സ്കില്ലും അനുസരിച്ചായിരിക്കണം. OET ആണെങ്കിലും IELTS ആണെങ്കിലും 4 മൊഡ്യൂൾസ് തന്നെയാണ് ഉള്ളത്. ലിസ്ണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. പക്ഷേ അതിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ OETൽ വരുന്നത് മെഡിക്കൽ ടോപ്പിക്സ് ആയിരിക്കും. അതേപോലെ IELTSൽ വരുന്നത് അല്ലാത്ത ഏത് ടോപ്പിക്സ് വേണേലും വരാം.